गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്ത നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂൺ 29, 2024. നാം എല്ലാവരും എന്തിനെയാണ് കീഴടക്കാൻ ആഗ്രഹിക്കേണ്ടത്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിനുള്ള നമ്മുടെ ആയുധം എന്താണ്? ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം നയിക്കുന്നു. പ്രേമസ്വരൂപരെ, ഒരിക്കൽ ശങ്കരാചാര്യരുടെ ശിഷ്യനായ തോടകൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഈ ലോകത്ത് ആരെയാണ് ഏറ്റവും വലിയ ജേതാവായി പരിഗണിക്കേണ്ടത്? ശങ്കരാചാര്യർ മറുപടി പറഞ്ഞു, അവനവന്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ ആധിപത്യം സമ്പാദിച്ച വ്യക്തി മാത്രമാണ് ഏറ്റവും വലിയ ജേതാവ്. അല്ലാതെ ഹിമാലയത്തെ അളക്കാനോ രാജ്യങ്ങൾ കീഴടക്കാനോ എല്ലാ അറിവുകളും നേടാനോ കഴിവുള്ളവരല്ല. പ്രഹ്ലാദൻ തന്റെ പിതാവായ ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, 3 ലോകങ്ങളെയും കീഴടക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ് പക്ഷേ സ്വന്തം ഇന്ദ്രിയങ്ങളെ കീഴടക്കുന്നതിൽ പരാജയപ്പെടുന്നു. കോപം, വിദ്വേഷം മുതലായ ആന്തരിക ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പ്രാവീണ്യം നേടാത്തവന് എങ്ങനെയാണ് ബാഹ്യശത്രുക്കളെ കീഴടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ആന്തരിക ശത്രുക്കളെ ഒരു മാർഗത്തിലൂടെ മാത്രമേ കീഴടക്കാൻ കഴിയൂ. ആ മാർഗമാണ് പ്രേമം. നമ്മിലെ ഷഡ്വൈരികളാകുന്ന കാമ, ക്രോധ, ലോഭമോഹ, മതവാത്സര്യങ്ങളെ നിർമാർജനം ചെയ്തും എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ചും പ്രേമം പരിശീലിപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം പ്രയോജനകരമാക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകം ഇന്ന് കലുഷിതമാണ്. ഈ ഒരവസ്ഥയിൽ ദൈവത്തിൻ്റെ പിതൃത്വവും മാനവരാശിയുടെ സാഹോദര്യവും തിരിച്ചറിഞ്ഞ് മനുഷ്യരുടെ മേൽ എണ്ണമറ്റ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ദുഷ്ടശക്തികളെ ചെറുക്കേണ്ടത് എല്ലാ ഭക്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രേമം എന്ന ശക്തമായ ആയുധത്തെ അവലംബിച്ച് മനുഷ്യരാശിയെ സേവിക്കാനും അനീതിയെയും അക്രമശക്തികളെയും ഉന്മൂലനം ചെയ്യാനും പരിശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയം ഈശ്വരപ്രേമത്തിൻ്റെ സിംഹാസനമാക്കുക. ആ പ്രേമം നിങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങളുടേതായി തീരും. 1986 നവംബർ 23 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ സായിരാം.